ഹായ്, നമസ്കാരം. മത്സര പരീക്ഷകൾക്ക് ജനറൽ നോളജിൻ്റെ സ്വാധീനം പ്രത്യേകിച്ച് പൊലിപ്പിച്ച് പറയേണ്ടതില്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ തുടർ ക്ലാസ്സുകളുടെ ഭാഗമായി ജനറൽ നോളജ് എന്ന് പറയുന്ന മഹാസാഗരത്തിൻ്റെ ഓരത്തിലൂടെ ഉദ്യോഗാർത്ഥികളെ കൈപിടിച്ച് നടത്തുക എന്ന ഒരു എളിയ ദൗത്യത്തിൻ്റെ ഭാഗമായാണ് ഈ വീഡിയോ. ജനറൽ നോളജ് എല്ലാ മത്സര പരീക്ഷകൾക്കും വളരെ എന്താ പറയാം, വളരെ സജീവമായ റോൾ കൈകാര്യം ചെയ്യുന്ന ഒരു മേഖലയാണ്. നമുക്കറിയാം, ജനറൽ നോളജ് ആണ് വലിയ വിഭാഗം ആളുകളും അത് വലിയ ശ്രമകരമായ ഒരു ദൗത്യമാണ് എന്ന് തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു മേഖല കൂടിയാണ് ജനറൽ നോളജ്. ജനറൽ നോളജ് വളരെ ഈസിയായി, വളരെ ലളിതമായി നിന്ന് പുസ്തകങ്ങൾ വായിക്കുന്ന പോലെയൊക്കെ കടന്നു ചെല്ലേണ്ട ഒരു വിഷയമേ ഉള്ളൂ. ഇങ്ങനെ വെച്ചൊരു ആവശ്യമില്ലാത്തൊരു മുൻവിധി വെച്ച് പുലർത്തുന്നതാണ് വലിയ വിഭാഗം ആളുകളുടെയും പ്രശ്നം. നമുക്ക് ജി കെയിലേക്ക് എങ്ങനെയാണ് നാം കൈകാര്യം ചെയ്യേണ്ടത് എന്നതിലേക്ക് ഒന്ന് ചെന്ന് നോക്കാം. പ്രധാനമായും നമുക്കറിയാം, മത്സര പരീക്ഷകളിൽ ചോദ്യപേപ്പറുകളുടെ സ്വഭാവം ഇതിനകം തന്നെ ഈ പരീക്ഷയ്ക്ക് തയ്യാറാവുന്ന ഉദ്യോഗാർത്ഥികൾ എന്ന നിലയ്ക്ക് നിങ്ങൾക്കറിയാം. പല മേഖലകളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ജനറൽ നോളജുമായി ബന്ധപ്പെട്ട് വരാറ്. നമുക്കറിയാം, വർഷം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടന്ന വർഷം ആയി ബന്ധപ്പെട്ട് 1 or 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങൾ ഏത് എന്ന് ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ടാകാം. കണ്ടുപിടുത്തങ്ങൾ, സ്പോർട്സ്, ആർട്സ് എന്ന് വേണ്ട ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ സാമൂഹിക സാംസ്കാരിക ജീവിതത്തിൻ്റെ സർവതലസ്പർശിയായ മേഖലകളിൽ നിന്നും ചോദ്യം രൂപേണ വരാം. ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും ജനറൽ നോളജ് ബൈഹാർട്ട് പഠിക്കേണ്ടതില്ല എന്നുള്ള വസ്തുത എല്ലാവർക്കും അറിയാമല്ലോ. വെറുതെ ജനറൽ നോളജിൻ്റെ ബുക്ക് റീഡ് ചെയ്യുമ്പോൾ തൊട്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് കാണാപ്പാഠം പഠിക്കാനോ ഒരു താളിൽ തന്നെ ഒരു പേജിൽ ദീർഘസമയം അതിനുവേണ്ടി ചെലവഴിക്കുന്ന ചില പ്രവണത ചിലരിൽ കണ്ടുവരാറുണ്ട്. അത് അനാവശ്യമാണ്. അത്ര രീതിയിൽ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. എത്ര വലിയ ബുക്കാണെങ്കിലും അത് അതിവേഗത്തിൽ ഓരോ PSC ഉദ്യോഗാർത്ഥിയും അതിവേഗത്തിലുള്ള ഒരു വായനാ രീതി അവലംബിച്ചെടുക്കേണ്ടതുണ്ട്. അവർ ജസ്റ്റ് വായിച്ചു പോകേണ്ട ആവശ്യകതയുള്ളൂ. കാരണം ഇത് ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷ ആയതുകൊണ്ട് തന്നെ ക്ലാസ് മുറിയിൽ പരീക്ഷയെ നേരിടുന്ന സമയത്ത് മുൻപ് പഠനമുറിയിലിരുന്ന് ചെലവഴിക്കുമ്പോൾ പഠിച്ച കാര്യങ്ങൾ നമ്മളുടെ മസ്തിഷ്കത്തിൽ അവിടെ അവിടെ പതിഞ്ഞിട്ടുള്ളത് നമുക്ക് ഓർമ്മ വരും. അതുകൊണ്ടാണ് ജനറൽ നോളജ് നാം ബൈഹാർട്ട് പഠിക്കേണ്ടതില്ല എന്ന് പറയുന്നത്. ജനറൽ നോളജിനെ തട്ടുകളാക്കി തിരിച്ചാണ് പഠിക്കേണ്ടത്. 90% ജനറൽ നോളജ് എന്ന് പറയുന്നത് കഴിഞ്ഞുപോയ വസ്തുക്കളാണെന്ന് നമുക്കറിയാം. കഴിഞ്ഞുപോയ വസ്തുക്കൾ എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ഈസിയുമാണ് കാര്യങ്ങൾ. കാരണം കഴിഞ്ഞുപോയ വസ്തുക്കൾ പിന്നീട് ഒരിക്കലും അതിൻ്റെ ഡേറ്റോ അതിൻ്റെ ചുറ്റുപാടുകളോ മാറുന്നില്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നൈൽ എന്ന് പറയുന്നത് ഇനി വേറൊരു നദി എന്തെങ്കിലുമൊക്കെ വലിയ ഭൂമിക്ക് വലിയൊരു മാറ്റമൊക്കെ ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെടൂ നമുക്ക് പറയാൻ കഴിയില്ല. അതുവരെ നൈൽ തന്നെയാണ്. എന്ന് വെച്ചാൽ കാര്യങ്ങളെ യുക്തിപൂർവവും വിവേചന ബുദ്ധിയോടുകൂടി നോക്കി കാണുന്ന ഒരാൾക്ക് ഒരു തവണ മാത്രമേ ലോകത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ്, നൈൽ എന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുള്ളൂ. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. വർഷങ്ങൾ പഠിക്കുമ്പോൾ മാത്രമാണ് നാം പല ആളുകളും പറയാറുള്ളത് വർഷം മനസ്സിൽ ഇരിക്കാറില്ല, അതിന് ആണ് പ്രയാസം. വർഷങ്ങളെ വെറുതെ വായിച്ചു പോകാതെ ആ സംഭവവുമായി കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കണം. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷമാണെന്ന് നമുക്കറിയാം. ഒരു വർഷം ഒരു പുസ്തകത്തിൽ വെറുതെ വായിച്ചു പോകുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു പഠിതാവ് ഇതെന്താണ് സംഭവം എന്ന് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ പിന്നീട് രണ്ടാമതൊരാവർത്തി PSC മത്സര പരീക്ഷകൾക്ക് വേണ്ടി 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അങ്ങനെ ബൈഹാർട്ട് പഠിക്കേണ്ടതില്ല. എന്താണ് ജാലിയൻ വാലാബാഗ് എന്ന് ഒരു ചെറിയ രീതിയിൽ 5 മിനിറ്റ് സമയമെടുത്ത് ഒന്ന് മനസ്സിരുത്തി അത് മനസ്സിലാക്കിയാൽ മതി. അതും കാണാപ്പാഠം പഠിക്കേണ്ടല്ല. അതിൻ്റെ
ആ പിക്ചർ നമ്മളുടെ ഓർമ്മയുടെ നഭോമണ്ഡലങ്ങളിൽ ഉണ്ടാകും. അത് ആ സമയത്ത് നമുക്ക് ഓർമ്മ വരും. അങ്ങനെയാണ് ഈ വിഷയങ്ങളും നടന്ന സംഭവമായി ഒന്ന് മനസ്സിരുത്തുക വേണ്ടു. 1919 ജാലിയൻവാല കൂട്ടക്കൊല എന്ന് പറയുമ്പോൾ നമ്മൾ അത് നടന്ന സംഭവത്തെ ഒന്ന് ദൃശ്യവൽക്കരിച്ച് മനസ്സിൽ കാണുക. ഒരു മൈതാനം, അവിടെ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ഭാഗമായി സമാധാനപരമായി യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് യാതൊരു പ്രകോപനമില്ലാതെ സമരം ചെയ്തിരുന്ന പാവങ്ങളായ നമ്മുടെ ആളുകൾക്കെതിരെ മൈതാനത്തിൻ്റെ മറ്റുള്ള 2 വാതിലുള്ളൂ എന്നെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതടച്ച് പ്രകോപനമില്ലാതെ വെടിവെപ്പ് ജനറൽ ഡയർ എന്ന് പറയുന്ന ഒരു പട്ടാള ഉദ്യോഗസ്ഥൻ, ബ്രിട്ടീഷ് പട്ടാള ഉദ്യോഗസ്ഥ മേധാവി വെടിവെക്കാൻ ഉത്തരവിടുകയും 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട വളരെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണത്. അതിൻ്റെ വൈകാരികതയോടു കൂടി തന്നെ നാം ഒന്ന് മനസ്സിലിരുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു വ്യക്തി അത് PSC മത്സര പരീക്ഷകൾക്ക് എന്ന് മാത്രമല്ല മരണം വരെയും ആ സംഭവം മറക്കില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോ ചോദ്യങ്ങളെയും നമ്മളുടെ ഓരോ വർഷങ്ങളെല്ലാം വൈകാരികത ചോർന്നു പോകാതെ, അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക, ഇത് ഒരു ബന്ധം സ്ഥാപിച്ച് പഠിക്കുന്ന രീതി ഉണ്ടാവുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. അത് ഓരോ വർഷത്തിൻ്റെയും സംഭവങ്ങളെ നടന്ന സംഭവമായി ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഇരുന്നിട്ട് അതിനെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് മറക്കില്ല. അത് എല്ലാ ആളുകൾക്കും കോമൺ ആയിട്ടുള്ള ബ്രെയിനിൻ്റെ ഒരു കഴിവാണ്. അങ്ങനെ എഴുതി പഠിക്കാൻ ഉണ്ടതില്ല. വായിച്ചു പോവുക. ഒരു ബുക്സുകൾ കിട്ടിയ വ്യത്യസ്ത തരത്തിലുള്ള പുസ്തകങ്ങളുണ്ടെങ്കിൽ അത് വായിക്കുക. ഒരാവർത്തി വായിച്ചു കഴിഞ്ഞ് വീണ്ടും വായന വന്ന് വീണ്ടും വായിച്ചു പോവുക. ആ രീതിയിലുള്ള രീതിയെ സ്വീകരിക്കേണ്ടതുള്ളൂ. പിന്നെ ഈ ജനറൽ നോളജ് പഠിക്കുമ്പോൾ തന്നെ അതിൻ്റെ ബുക്സുകളിലൊക്കെ കുറേ കൊട്ടേഷൻസ്, ഉദ്ധരണികളൊക്കെ ഉണ്ടാകും. വിവിധ ജീവിത വിജയം കൈവരിച്ച മഹാന്മാരുടെ ബന്ധപ്പെട്ടുള്ള ഇതിനാണ് വലിയ ഇമ്പോർട്ടൻസ് ഉള്ളത്. വലിയ വിഭാഗം ആളുകളും ആ മേഖല സ്പർശിക്കാതെയാണ് അത്തരം ബുക്സുകൾ റീഡ് ചെയ്യുമ്പോൾ കടന്നു പോകാറ്. വസ്തുതകൾ മാത്രം വായിച്ചു പോകുമ്പോൾ അതേ പ്രാധാന്യത്തോടെ തന്നെ ഈ ഉദ്ധരണികളെയും സമീപിക്കണം. അത് നമ്മളുടെ വിജയത്തിൻ്റെ നമുക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ അതുപോലെ തന്നെ ധാരാളം മത്സര പരീക്ഷകളിലെ വളരെ ബോധപൂർവം PSC വിദഗ്ധർ അല്ലെങ്കിൽ PSCക്ക് പഠിപ്പിക്കുന്ന അധ്യാപകർ ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് PSC മത്സര പരീക്ഷകൾക്ക് ആളുകളെ പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെ അവരെ അതിനെ തയ്യാറാക്കുക, സജ്ജരാക്കുക എന്ന് പറയുന്നത് വലിയ ഒരു ഉത്തരവാദിത്വമൊന്നുമല്ല. വളരെ ലളിതമായി ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലം എന്ന് പറയുന്നത് അവരെ വലിയ വിഭാഗം ആളുകളും അവരെ ആത്മവിശ്വാസമുള്ളവരാക്കി മാറ്റുകയും ഇത് വളരെ ഈസിയാണ് എന്നുള്ള രീതിയിൽ ഞങ്ങളെക്കൊണ്ട് കഴിയാവുന്നതാണ്, ഞങ്ങൾക്ക് വലിയ വിജയം കൈവരിക്കാൻ കഴിയാവുന്നതാണ് എന്നുള്ള രീതിയിൽ ഒരു പ്രത്യാശ അവരിലുണ്ടാക്കുക, അവരിൽ ആത്മവിശ്വാസം ഉണ്ടാക്കുക. ഇതാണ് ഏറ്റവും വലിയ ശ്രമകരമായി ഒരു അധ്യാപകൻ ചെയ്യേണ്ടതുള്ളൂ. 90% ആളുകളും ഈ പരീക്ഷയിൽ പങ്കെടുക്കുന്നത് ശ്രമിച്ചു നോക്കാം, നമുക്ക് കിട്ടും. 10% പേര് മാത്രമേ ഉള്ളൂ ഇത് കിട്ടി ഇതെൻ്റെ എന്താ പറയുക, ഇത് ലഭിക്കാതെ വേറെ കോംപ്രമൈസ് ഇല്ല എന്ന രീതിയിൽ കാണുന്നവർ അവർ തന്നെയാണ് ഓരോ റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ പട്ടികയിൽ ഇടം പിടിക്കാറുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു PSC വിഷയവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗാർത്ഥിയെ മാനസികമായി സജ്ജമാക്കിയെടുക്കുക എന്നുള്ളതിൽ മോട്ടിവേഷണൽ ഗ്രന്ഥങ്ങൾക്ക് അതിയായ പങ്കുണ്ട്. ധാരാളം വ്യക്തിത്വ വികസനവുമായി ബന്ധപ്പെട്ട ബുക്സുകൾ വായിക്കുന്നത് വളരെ നല്ലതാണ്. വ്യക്തിത്വ വികസനവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ഓൺലൈനിലും മറ്റ് രീതികളിലൊക്കെ പഠിക്കുന്നത് വളരെ നല്ലതാണ്. യഥാർത്ഥത്തിൽ ഒരു ഉദ്യോഗാർത്ഥിയെ വിജയിപ്പിക്കുന്നതിൽ 80% ഈ പറയുന്ന ഈ മനഃശാസ്ത്ര സമീപനത്തിലാണ് ഊന്നൽ കൊടുക്കേണ്ടത്. അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്. അങ്ങനെ എന്തും ഏറ്റെടുക്കാൻ കഴിയുന്നവരെ ഞങ്ങൾ ഈ എക്സാമൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിളാണ് എന്നുള്ള ഒരു തലത്തിലേക്ക് അവരെ മാനസികമായി ഉയർത്തി പിന്നീട് അവരെ കൊണ്ട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു ലളിതമായ രീതിയാണ് എല്ലാവരും അപ്ലൈ ചെയ്യുന്നത്. വീണ്ടും വേറൊരു ക്ലാസ്സുമായി വരാം. നന്ദി, നമസ്കാരം.